നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളത്ത് 4 വയസ്സുകാരിയെ അമ്മ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നടുക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അതായത് ഈ കുട്ടി പീഡനത്തിന് ഇരയായി എന്നതടക്കമുള്ള വിവരങ്ങൾ. അതായത് ഈ കൊലപാതകം നടക്കുന്നതിൻ്റെ തലേ ദിവസം പോലും കുട്ടി പീഡനത്തിന് വിധേയയായി എന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടുക്കുന്ന അല്ലെങ്കിൽ അത്യന്തം വേദനാജനകവും ഞെട്ടിക്കുന്നതുമായ വിവരങ്ങളാണ് വരുന്നത്. മാത്രമല്ല, ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് കുട്ടിയുടെ പിതാവിൻ്റെ അടുത്ത ബന്ധു എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധേയമാകുന്നത് കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും പിതാവ് പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അച്ഛൻ്റെ ആ സംശയം ശരിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരനാണ് പ്രതി എന്നാണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ കുട്ടിയെ അംഗൻവാടിയിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു, കുട്ടിയുമായി കൂടുതൽ ഇടപഴകുമായിരുന്നു, കുട്ടിയുമായി ഇയാൾ കളിക്കുമായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ കുട്ടിയോട് ചുറ്റുമുള്ളവർ നോക്കുമ്പോൾ കുട്ടി അംഗൻവാടിയിൽ കൊണ്ടുവിടുന്നു, കുട്ടിയുമായി നല്ല രീതിയിൽ ഇടപഴകുന്നു, കുട്ടിയെ കളിപ്പിക്കുന്നു. അപ്പോൾ മറിച്ച് ഇയാൾ ഈ കുട്ടിയെ ലൈംഗികമായും ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതായത് അമ്മയ്ക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്നതടക്കമുള്ള ഒരു ചോദ്യമൊക്കെ അതിലൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ മുറിയിൽ വെച്ചാണ് പീഡിപ്പിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും അമ്മയ്ക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയാമായിരുന്നോ? അതുകൊണ്ടാണോ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഇത്തരത്തിൽ കുട്ടി പീഡിപ്പിക്കപ്പെട്ടത് കൊണ്ടാണോ കുട്ടിയെ കൊലപ്പെടുത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. 1 മാസമായി സ്വന്തം വീട്ടിൽ ആയിരുന്നു ഈ കുട്ടിയുടെ മാതാവ് നിന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം കൊണ്ടാണോ സ്വന്തം വീട്ടിലേക്ക് പോയത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ശക്തമാവുകയാണ്. അമ്മ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കവെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതും ഈ വിവരങ്ങളടക്കം പുറത്തേക്ക് വന്നതും. എന്തായാലും ഇനി കുട്ടിയുടെ അമ്മയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ പീഡനത്തെക്കുറിച്ച് അറിയാമായിരുന്നോ? അറിഞ്ഞു എങ്കിൽ അത് ഈ കൊലപാതക ദിവസം, അതായത് നേരത്തെയും പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന്, ഒരുപാട് തവണ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുടെ ദേഹത്തൊക്കെ മുറിവുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള അതിക്രൂര പീഡനമാണ് കുട്ടി നേരിട്ടത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ കൂടുതൽ വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കും. കൂടുതൽ പേരുടെ മൊഴിയെടുക്കുക എന്നൊരു നീക്കത്തിലും അന്വേഷണ സംഘം നീങ്ങുകയാണ്. കുഞ്ഞിൻ്റെ പിതാവിൻ്റെ അടുത്ത ബന്ധു അറസ്റ്റിലായി എന്നത് നടക്കുന്ന വിവരം തന്നെയാണ് കുഞ്ഞിനെ പീഡിപ്പിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങളും പുതിയതായി വന്ന വിവരങ്ങളും ഇതൊക്കെയാണ്. അക്ഷരാർത്ഥത്തിൽ കേരളം ആ കുഞ്ഞിൻ്റെ മരണം എല്ലാവരെയും നടുക്കിയതും വേദനാജനകമായി മാറിയതുമാണ്. അതിനേക്കാൾ വേദനാജനകമായി മാറിയിരിക്കുകയാണ് ഈ ഒരു വിവരം, കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം. ഇന്നലെ രാവിലെ മുതൽ നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാളെ കോടതിയിൽ ഉടൻ ഹാജരാക്കും. കൊലപാതക കേസിന് പിന്നാലെ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നു എന്ന വിവരവും പുറത്തു വന്നതോടെ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. ആലുവ, പുത്തൻകുരിശ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിലുണ്ട്. കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായതോടെ കുട്ടിയുടെ അമ്മയെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന വീടിനടുത്ത് തന്നെയാണ് ബന്ധുക്കളും താമസിക്കുന്നത്. തുടർന്ന് കുട്ടിയെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചിരുന്നു എന്നാണ് ബന്ധു പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. കുട്ടിയുടേത് മുങ്ങി മരണം തന്നെയാണെങ്കിലും ശരീരത്തിൽ കണ്ട ചില പാടുകളും മുറിവുകളും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കുട്ടിയുടെ കൊലപാതകം അന്വേഷിക്കുന്ന ചെങ്ങമനാട് പോലീസ് തുടർന്ന് ഇക്കാര്യം പുത്തൻകുരിശ് പോലീസിനെ അറിയിച്ചു. ഇന്നലെ രാവിലെ മുതൽ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. ആലുവ, പുത്തൻകുരിശ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. ചോദ്യം ചെയ്യലിനൊടുവിൽ ബന്ധുക്കളായ 3 പേരെയായിരുന്നു പോലീസിന് സംശയം വന്നത്. ഇതിൽ 2 പേരെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. തുടർന്ന് മറ്റുള്ളവർ നൽകിയ മൊഴിയുടെയും പ്രതിയുടെ ചോദ്യം ചെയ്യലിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരാളെ മാത്രം കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു, അറസ്റ്റും രേഖപ്പെടുത്തി. അതേസമയം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കുഞ്ഞിൻ്റെ അമ്മ ഭർത്തൃവീട്ടിൽ ശാരീരിക മാനസിക പീഡനം നേരിടേണ്ടി വന്നതായി മൊഴി നൽകിയിരുന്നു. റിമാൻഡിലുള്ള അമ്മയെ വിശദമായ ചോദ്യം ചെയ്യലിന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ചെങ്ങമനാട് പോലീസ് ഇതിനായി കോടതിയിൽ അപേക്ഷ നൽകും. കുഞ്ഞും സഹോദരനും താമസിച്ചിരുന്നത് അച്ഛൻ്റെ വീട്ടിലാണ്. കുട്ടിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് താഴേക്കെറിഞ്ഞതായി അമ്മ സമ്മതിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുകയാണ്. ഭർതൃഗൃഹത്തിൽ നിന്നിറങ്ങിയ ശേഷം അങ്കണവാടിയിലെത്തി കുട്ടിയെ വിളിച്ച് അമ്മ മൂഴിക്കുളത്ത് എത്തുന്നത് വരെയുള്ള ഒട്ടേറെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടിയുടെ പിതാവ് നടത്തിയ ഒരു പ്രതികരണവും നിർണായകമായിരുന്നു. ഈ അമ്മ നേരത്തെയും കുഞ്ഞുങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. 2 മാസം മുമ്പ് കുട്ടികളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ അമ്മ അവരുടെ വീട്ടിൽ വെച്ച് ആക്രമിച്ചു.
ഈ കുട്ടിയുടെ അമ്മയ്ക്ക് മാനസിക പ്രശ്നമുണ്ടോ എന്നറിയാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. ഭർത്തൃ വീട്ടിൽ കുട്ടിയുടെ അമ്മയ്ക്ക് പീഡനമെന്ന ആരോപണം തെറ്റാണ് എന്നും പിതാവ് പ്രതികരിച്ചിരുന്നു. തൻ്റെ ഭാര്യ കുഞ്ഞിനെ മുൻപും കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അവളുടെ വീട്ടിൽ വെച്ച് ഐസ്ക്രീമിൽ വിഷം കലർത്തിയായിരുന്നു. അവളുടെ വീട്ടുകാർ തന്നെ മുൻപ് ഇത് പറഞ്ഞിരുന്നു. കുട്ടിയുടെ തലയ്ക്കും നെഞ്ചിലും അടിച്ചിരുന്നു. ഒരു ദിവസം കുട്ടിയുടെ നെഞ്ചിൽ അടിച്ചതിൻ്റെ വിരൽപ്പാടുകൾ കണ്ടിരുന്നു. അനിയൻ്റെ ഫോണിൽ അതിൻ്റെ ചിത്രമുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതി തന്നെ കാണിച്ചില്ല. ഞങ്ങളുടെ കേസിൽ മെമ്പറൊക്കെ ഇവിടെ ഇടപെട്ടതാണ്. മെമ്പർക്കൊക്കെ കാര്യങ്ങൾ അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസിൽ പരാതി കൊടുത്തതാണ്. തൻ്റെ വാശിപ്പുറത്താണ് മക്കളെ താൻ ഇവിടെ നിർത്തിയത്. നെഞ്ചിൽ അടിച്ചത് കാരണം മകൾക്ക് അമ്മയുടെ കൂടെ പോകാൻ പേടിയായിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ പേടി മാറി. കൊലപാതക ദിവസം നടന്നതിനെക്കുറിച്ച് കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. രാവിലെ തനിക്ക് ചായയൊക്കെ വച്ച് തന്ന ശേഷമാണ് അവൾ ഈ ക്രൂരകൃത്യം ചെയ്തത്. രാവിലെ എന്നും ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കൊച്ചിന് അംഗനവാടിയിൽ പോകാൻ ഇനി ഒരാഴ്ച കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. തൻ്റെ മകളെ രാവിലെ അംഗനവാടിയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. താനാണ് പോകാൻ നിർബന്ധിച്ചത്. തുടർന്ന് അച്ഛൻ എന്നെ കൊണ്ടുപോകുമോ എന്ന് മകൾ തന്നോട് ചോദിച്ചു. തനിക്ക് അത്യാവശ്യമായി പുറത്തു പോകാനുണ്ട് എന്നായിരുന്നു മറുപടി. താഴെയുള്ള കൊച്ചിൻ്റെ കൂടെ വിടാമെന്നാണ് അമ്മ പറഞ്ഞത്. പിന്നീട് ഏകദേശം 11 മണിയായപ്പോൾ കുക്കറിൻ്റെ വാഷർ പോയെന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ അമ്മ തന്നെ വിളിച്ചു. താൻ വരാൻ വൈകുമെന്ന് അവളോട് പറഞ്ഞു. 3:30 കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവളില്ല. സാധനം വാങ്ങാൻ പോയതായിരിക്കുമെന്നാണ് കരുതിയത്. 3:15 കുട്ടിയെ തേടി അമ്മ അങ്കണവാടിയിൽ ചെന്നിരുന്നെന്നും 3:30 ആയപ്പോൾ കുട്ടിയെ വിട്ടെന്നും ടീച്ചറെ വിളിച്ചപ്പോൾ പറഞ്ഞു. തുടർന്ന് 5:30 ആയിട്ടും കാണാതിരുന്നപ്പോൾ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു തിരക്കി. അവിടെയും ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വിളിച്ചെങ്കിലും അവിടെ എത്തിയില്ല. അതോടെ താൻ അവരോട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ തന്നെ വനിതാ സെല്ലിൽ കേസ് കൊടുത്തു. അവൾക്ക് സുഖമില്ലാത്ത കാര്യം അവർക്ക് തന്നെ അറിയാം. കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ നിന്ന് കേസിൻ്റെ വിവരം ആരായാൻ വിളിച്ചപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. താൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അവൾ പുറത്തു പോകുമായിരുന്നില്ല. ഇവിടെ ആളില്ലാത്ത സമയം നോക്കിയാണ് അവൾ വിളിച്ചത്. കുക്കറിൻ്റെ വാഷറിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അത് പൊട്ടിച്ച് കളഞ്ഞ് ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അത് അവളുടെ പദ്ധതിയായിരുന്നു. 2 കുട്ടികളെ നുള്ളി നോക്കുക പോലും ചെയ്യാതെ വളർത്തിയതാണ്. മോൻ ഇതുവരെ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവനോട് കാണാനില്ല എന്നാണ് പറഞ്ഞത്. അവനിതെങ്ങനെ സഹിക്കും എന്നതടക്കമുള്ള വൈകാരികമായ പ്രതികരണമാണ് കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. കുട്ടിയുടെ മാതാവിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൗൺസിലിംഗ് നൽകിയിരുന്നതായും കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചിരുന്നു. അന്ന് അവർ അവിടെ വെച്ച് ബുദ്ധി പരിശോധന നടത്തിയിരുന്നു. അവളുടെ വീട്ടിലെ അമ്മയും ചേച്ചിയും പറയുന്നത് അവൾ കേൾക്കുമായിരുന്നുള്ളൂ. സ്വന്തം അച്ഛനും ചേട്ടനും അവൾക്ക് എതിരായിരുന്നു. അമ്മയുടെയും ചേച്ചിയുടെയും പ്രേരണയിൽ തന്നെ ആയിരിക്കണം തൻ്റെ കുഞ്ഞിനെ വെള്ളത്തിലെറിഞ്ഞു കൊന്നതെന്നായിരുന്നു ഈ കുട്ടിയുടെ പിതാവിൻ്റെ പ്രതികരണം. തിങ്കളാഴ്ച വൈകിട്ടാണ് ഭർത്തൃവീടിൻ്റെ സമീപത്തുള്ള അങ്കണവാടിയിൽ നിന്ന് കുട്ടിയുമായി അമ്മ സ്വന്തം നാടായ ആലുവ കുറുമാശ്ശേരിയിലേക്ക് തിരിക്കുന്നതും വഴിക്ക് വെച്ച് കുട്ടിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് താഴേക്കിട്ട് കൊലപ്പെടുത്തുന്നതും. കുട്ടിയുമായി അന്ന് വൈകിട്ട് അമ്മ ആലുവ മണപ്പുറത്തും എത്തിയിരുന്നു. ഇതിന് ദൃക്സാക്ഷികളുണ്ട്. വൈകിട്ട് 7 മണിയോടെ തനിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആദ്യം പരസ്പര വിരുദ്ധമായി സംസാരിച്ചു. പിന്നീട് സംശയം തോന്നി. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി എത്തുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് കുട്ടിയെ താൻ കൊലപ്പെടുത്തി അല്ലെങ്കിൽ കുട്ടിയെ താൻ പാലത്ത് നിന്ന് താഴേക്ക് എറിഞ്ഞു എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. പിറ്റേന്ന് 2:20ഓടെയാണ് കുട്ടിയുടെ മൃതദേഹം ചാലക്കുഴി പുഴയിൽ നിന്നും കണ്ടെത്തിയത്. ഇപ്പോൾ ഇതാ ഈ കുട്ടി ശാരീരികമായി പീഡനമേറ്റിരുന്നു എന്ന നടക്കുന്ന വിവരവും കൂടി പുറത്തു വന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.